70 രൂപയ്ക്ക് റമ്മും 30 രൂപയ്ക്ക് ബ്രാൻഡിയും 35 രൂപയ്ക്ക് വിസ്കിയും ഒരു പെഗ്ഗിന് കിട്ടുന്നൊരു സ്ഥലം. കേട്ടിട്ട് അത്യാവശ്യം അങ്ങോട്ട് പോകാൻ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇറങ്ങുമല്ല, അരുണാചൽ പ്രദേശാണ്. അവിടെ ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും പെർമിറ്റ് എടുക്കണം. പെട്ടിക്കടകളിലാണ് ഇത്. എല്ലാ പെട്ടിക്കടകളിലും സർബത്ത് കുടിക്കും പോലെ ആൾക്കാർ ചോദിച്ചു വാങ്ങിച്ച് കുടിക്കും. എല്ലാ പെട്ടിക്കടകളിലും സ്ത്രീകളാണ് വിതരണക്കാർ. അവിടെ മദ്യം കിട്ടുന്ന പോലെ തന്നെ സുലഭമായി വണ്ടികൾ അടിക്കാനുള്ള പെട്രോളും ഡീസലും കിട്ടും, അതും കരിഞ്ചന്തയിൽ. കാരണം ഒരു പമ്പിൽ നിന്നും വേറൊരു പമ്പിലേക്കുള്ള ദൂരം 100-150 കിലോമീറ്ററാണ്. അതുകൊണ്ടാണ് പെട്ടിക്കടകളിൽ ഇത് സുലഭമായി കിട്ടുന്നത്. അരുണാചൽ പ്രദേശ് എന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള ചൈനയുടെ അതിർത്തി പങ്കിടുന്ന നാട്ടിലൂടെയുള്ള വാരനാടൻ യാത്രകൾ ആരംഭിക്കുകയാണ്. അരുണാചൽ എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉദയസൂര്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സൂര്യൻ്റെ സ്ഥലമാണ് അരുണാചൽ. അപ്പോൾ ആപ്പിളും ഓറഞ്ചും പൈനാപ്പിളും ഉരുളക്കിഴങ്ങും ഒക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന കൃഷിഭൂമികൾ ഒരുപാടുള്ള അരുണാചൽ പ്രദേശിലൂടെയുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള പട്ടാളക്കാരനോടൊപ്പമുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അരുണാചലിൽ ഏതാണ്ട് 4 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും. അപ്പോൾ കുറേ നിപ്പിനടി കേന്ദ്രങ്ങൾ കടന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് പ്രകൃതിയുടെ രൂപവും ഭാവമൊക്കെ മാറി തുടങ്ങി. ആദ്യം നമുക്ക് രസകരമായ ചെങ്കുത്തായ മലകൾ, ധ്യാനിച്ചിരിക്കുന്ന സന്യാസി, കഴുകൻ്റെയും വ്യാളിയുടെയും ഒക്കെ തീതുപ്പുന്ന രൂപങ്ങളുള്ള പർവ്വതങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കുറച്ചൊക്കെ കഴിയുമ്പോൾ പ്രകൃതിയുടെ ഭാവം മാറിയിട്ട് ഈ ലോഹിത് നദി എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഇളകി മറിഞ്ഞ് താഴെ കൂടെ പോകുന്നു. വഴിയെന്ന് പറയാനില്ലാത്തൊരു സ്ഥലത്തുകൂടി ഇങ്ങനെ ഞെരുങ്ങിയാണ്, ഹൈവേ തന്നെയാണ്, പക്ഷെ ഞെരുങ്ങിയാണ് പോകുന്നത്. എല്ലാവർക്കും പേടിയായി. ലാൻഡ് സ്ലൈഡ് ഏരിയ, വാച്ച് യുവർ ഹെഡ് എന്നാണ് ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ബോർഡുകളുണ്ട് ഇടയ്ക്ക്. അതിങ്ങനെ അപ്പം നമുക്ക് ഭാവന ഒന്നും വരെയൊന്നുമില്ല, സ്വപ്നം കാണാൻ പോലും നേരമില്ല. ഇത് എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ലാൻഡ് സ്ലൈഡ് കിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിലുണ്ടായി, നമ്മളൊക്കെ അവിടെ പെട്ടു. അങ്ങനെ ചെങ്കുത്തായ മലനിരകളും ലാൻഡ് സ്ലൈഡും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആർമിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തേക്ക് കയറി കഴിഞ്ഞു. ഇതിനിടയിലാണ് നമ്മൾ ഫസ്റ്റ് വ്യൂ ഓഫ് ചൈനയെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കാണാവുന്ന ആദ്യത്തെ കാഴ്ച അവിടെ നിന്നാണ്. നമുക്ക് കുറച്ച് ദൂരെ നോക്കിയാൽ ചൈന കാണാം. ചൈനയുടെ വലിയ മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ അണ്ടർ സർവൈലൻസ് ആണ്. എനിമിയുടെ സർവൈലൻസിലാണ് നമ്മുടെ മാത്രമല്ല എനിമിക്കും നമ്മളെ കാണാം. അതായത് ചൈനയ്ക്കും ഈ അവരുടെ നിരീക്ഷണ ക്യാമറകളിലൂടെ നമ്മളെ കാണാം. അപ്പോൾ അവിടുന്ന് നമ്മൾ ആർമിയുടെ ഏരിയയിലേക്ക് കയറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തിൻ്റെ ഓർമ്മയ്ക്കായി അവർ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ബിപിൻ റാവത്ത് സ്മാരകത്തിലേക്കാണ്. ആ സ്മാരകത്തിൽ കയറുന്നതോടുകൂടി ഇതിനി ആർമിയുടെ കേന്ദ്രമായി മാറും. അപ്പോൾ തുടർന്ന് ഇനി വാച്ചാ ബോർഡറും മറ്റു കാര്യങ്ങളുമാണ് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.